സംസ്ഥാനത്തെ സപ്ലൈകോയിൽ ഈസ്റ്റർ വിഷു ചന്തകൾ തുടങ്ങാനിരിക്കെ ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങളില്ല. 13 സബ്സിഡി സാധനങ്ങളിൽ രണ്ടോ മൂന്നോ ഇനങ്ങൾ മാത്രമാണുള്ളത്. കണ്ണൂരിലെ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ നിന്ന് അർജുൻ കല്യാട് തയ്യാറാക്കിയ റിപ്പോർട്ട്. കണ്ണൂരിലെ സപ്ലൈകോ ഔട്ട്ലെറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ 13 സബ്സിഡി ഇനത്തിൽപ്പെട്ട 13 സാധനങ്ങളും ഇവിടെ നിലവിലിപ്പോൾ ലഭ്യമല്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഈസ്റ്റർ വിഷു ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ ജനങ്ങൾ വലിയ തോതിലുള്ള പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നു മുതൽ ഇത്തരത്തിലുള്ള സബ്സിഡി സാധനങ്ങൾ ലഭ്യമാകുമെന്നുള്ള വിവരമായിരുന്നു പൊതുജനങ്ങൾക്കും അത്തരത്തിലുള്ള പരസ്യങ്ങളും പുറത്ത് എല്ലാവരുടെയും സ്ഥാപിക്കുകയൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ പോലും അത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സപ്ലൈകോയുടെ ഭാഗത്തുനിന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ തോതിലുള്ള പ്രയാസമാണ് ജനങ്ങൾ അനുഭവിക്കുന്നത്. ഇവിടെ എത്തുന്ന ഓരോ ആൾക്കാരും പറയുന്നത് വലിയ തോതിൽ പ്രയാസമാണ്. കാലി സഞ്ചിയുമായി സഞ്ചി നിറച്ച് പോകാമെന്നുള്ള പ്രതീക്ഷയിൽ ഇവിടേക്ക് എത്തി. പക്ഷേ കാലി സഞ്ചിയായി തന്നെ മടങ്ങി പോവേണ്ടുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങളുള്ളത് എന്ന കാര്യമാണ് ഇവിടെ എത്തുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഇതിനകത്തെ കാലി റാക്കുകളാണ് കൂടുതലായും നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയും ചെയ്യുന്നത്. പക്ഷേ സപ്ലൈകോയുടെയും പൊതുവിതരണ വകുപ്പിൻ്റെയും ഒക്കെ സർക്കുലറിൻ്റെ ഭാഗമായി ക്യാമറ ഇതിനകത്ത് കയറാൻ വേണ്ടി പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് ഇവിടുത്തെ ജീവനക്കാർ നമ്മളോട് പറഞ്ഞത്. പക്ഷേ മൊബൈലിൽ നമ്മളതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എല്ലാ റാക്കുകളും കാലിയാണ്. ഈ സബ്സിഡി സാധനങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല എന്നുള്ളത് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. പ്രേക്ഷകരുടെ അല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ടുള്ള സാധാരണക്കാരുടെ പ്രതികരണങ്ങളും വലിയ തോതിൽ സങ്കടം ഉളവാക്കുന്ന കാര്യം തന്നെയാണ്. വലിയ പ്രയാസമാണ് സാധാരണക്കാർ അനുഭവിക്കുന്നത്. ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നുണ്ട്. ഇനിയും ഈ പൊതുവിതരണ സംവിധാനത്തിൽ പ്രധാനപ്പെട്ട ആശ്രയമായി സാധാരണക്കാർക്ക് മാറുന്ന സപ്ലൈകോ കൃത്യമായ രീതിയിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുന്ന ഒരു ചന്തയാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ പോലും അത് പ്രാവർത്തികമായിട്ടില്ല. സബ്സിഡി സാധനങ്ങൾ ലഭ്യമല്ല എന്നുള്ളതാണ് ഇവിടെ നിന്നും കണ്ണൂരിൽ നിന്നും നമുക്ക് അനുഭവത്തിൽ നിന്ന് തന്നെ സാക്ഷ്യമാവുന്ന കാര്യം. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുബഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.